നമ്മുടെ അടുക്കളയിലെ മസാലപ്പെട്ടികളിലും ആയുർവേദ മരുന്നുകളിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞൻ ഔഷധമുണ്ട്. ശ്വാസകോശ രോഗങ്ങൾക്കും ദഹന പ്രശ്നങ്ങൾക്കും ഇതിലും മികച്ചൊരു പ്രതിവിധി വേറെയില്ല എന്ന് തന്നെ പറയാം. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തിപ്പല്ലിയെക്കുറിച്ചാണ്. തിപ്പല്ലി വെറുമൊരു ദഹനസഹായിയോ ചുമയ്ക്കുള്ള മരുന്നോ മാത്രമല്ല. ആയുർവേദത്തിൽ ശരീരത്തെ അടിമുടി പുതുക്കുന്ന ഒരു രസായനമായും ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന വൃശ്യ ഔഷധമായും ഇതിനെ കണക്കാക്കുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങളെന്ന് നോക്കാം. ആദ്യത്തേത് തിപ്പല്ലിയുടെ വൃശ്യഗുണമാണ്. സ്ത്രീ-പുരുഷ ഭേദമന്യേ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബലപ്പെടുത്താൻ തിപ്പല്ലിക്ക് പ്രത്യേക കഴിവുണ്ട്. ശരീരത്തിലെ സപ്തധാതുക്കളെയും ഇത് ഒരുപോലെ പോഷിപ്പിക്കുന്നു. ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിലൂടെ ശാരീരികമായ ഊർജവും ഉന്മേഷവും നിലനിർത്താൻ തിപ്പല്ലി സഹായിക്കുന്നു. മറ്റൊന്ന് ഇതിന്റെ രസായന ഗുണമാണ്. നമ്മുടെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ശേഷിയുള്ള ഇതിന്റെ ആന്റി ഏജിംഗ് സ്വഭാവം വാർദ്ധക്യത്തെ പ്രതിരോധിക്കാനും യുവത്വം നിലനിർത്താനും ഉത്തമമാണ്. ശരീരത്തിന്റെ ഓജസ് വർദ്ധിപ്പിച്ച് പ്രതിരോധശേഷി കൂട്ടാനും അതോടൊപ്പം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്താനും തിപ്പല്ലി ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. ഇനി ഇതിന്റെ പ്രധാന ഗുണങ്ങൾ നോക്കാം. ജലദോഷം, ചുമ, ആസ്മ എന്നിവയുള്ളവർക്ക് തിപ്പല്ലി ഒരു അനുഗ്രഹമാണ്. ഇത് ശ്വാസകോശത്തിലെ കഫം നീക്കം ചെയ്യാനും ശ്വാസോച്ഛ്വാസം സുഗമമാക്കാനും സഹായിക്കുന്നു. വൈറൽ പനികളെയും അണുബാധകളെയും തടയാൻ തിപ്പല്ലിക്ക് പ്രത്യേക ശേഷിയുണ്ട്. ചവനപ്രാശം പോലുള്ള മരുന്നുകളിൽ തിപ്പല്ലി പ്രധാന ചേരുവയാകുന്നത് അതുകൊണ്ടാണ്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും പൊണ്ണത്തടി മാറ്റാനും തിപ്പല്ലി സഹായിക്കുമെന്ന് ആധുനിക പഠനങ്ങളും തെളിയിക്കുന്നു. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ലളിതമായ കാര്യങ്ങൾ പറയാം. വിട്ടുമാറാത്ത ചുമയ്ക്ക് അല്പം തിപ്പല്ലിപ്പൊടി തേനിൽ ചാലിച്ചു കഴിച്ചു നോക്കൂ, പെട്ടെന്ന് ആശ്വാസം ലഭിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കാൻ 5-6 തിപ്പല്ലി രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് രാവിലെ ആ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഓർമ്മശക്തി കൂട്ടാൻ തിപ്പല്ലി തേനിലിട്ട് വെച്ച് ദിവസവും രാവിലെ ഒരെണ്ണം വീതം ചവച്ചിറക്കിയാൽ മതി. സത്യത്തിൽ ഇതിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഔഷധപ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.